കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലക്കേസായിരുന്നു പെരുമ്പാവൂർ മലങ്കര വർഗീസ് കൊലക്കേസ്. ഒരു വൈദികൻ ഒന്നാം പ്രതിയായ കേസ്. സംഭവം നടക്കുന്നത് 23 വർഷങ്ങൾക്ക് മുൻപ് 2002 ഡിസംബർ 5-നാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗവും തടിക്കച്ചവടക്കാരനുമായിരുന്നു പെരുമ്പാവൂർ തോമ്പ്രയിൽ TM വർഗീസ് എന്ന മലങ്കര വർഗീസ്. സഭയുടെ കാര്യങ്ങളിൽ മാത്രമല്ല, നാട്ടിലെ മറ്റു കാര്യങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്ന ആളായിരുന്നു വർഗീസ്. അതുകൊണ്ട് തന്നെ അയാൾ ജനസമ്മതനുമായിരുന്നു. സംഭവം നടന്ന ദിവസം വൈകുന്നേരം 5 മണിയോടെ വർഗീസിനെ ഒരു വർക്ക്ഷോപ്പിനടുത്ത് വെച്ച് ഒരു സംഘം ഗുണ്ടകൾ വെട്ടിവീഴ്ത്തി. തൻ്റെ കാറ് വർക്ക്ഷോപ്പിൽ കാണിക്കാനാണ് വർഗീസ് വണ്ടി നിർത്തി ഇറങ്ങിയത്. എന്നാൽ മറ്റൊരു കാറിൽ കൊട്ടേഷൻ സംഘം തൻ്റെ ജീവൻ എടുക്കാൻ തന്നെ പിന്തുടരുന്ന കാര്യം അയാൾ അറിഞ്ഞിരുന്നില്ല. കാർ നിർത്തി ഇറങ്ങിയപ്പോഴാണ് വർഗീസിനെ ഗുണ്ടാ സംഘം വടിവാൾ കൊണ്ട് വെട്ടിവീഴ്ത്തിയത്. ആളുകളൊക്കെ ആദ്യം കരുതിയത് കച്ചവട സംബന്ധമായിട്ടുള്ളതോ വ്യക്തിവൈരാഗ്യമോ കൊണ്ടുള്ള കൊലപാതകമാണ് ഇതെന്നാണ്. ഈ സംഭവം നാടിനെയാകെ ഞെട്ടിച്ചു. പരസ്യമായി പൊതുനിരത്തിലിട്ടാണ് പൊതുസമ്മതനായ ഒരാളെ ഗുണ്ടകൾ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആദ്യം അവരും കരുതിയത് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമായിരിക്കാം വർഗീസിൻ്റെ കൊലപാതകത്തിന് കാരണമെന്നാണ്. പക്ഷേ അന്വേഷണം മുന്നോട്ട് പോയതോടെ വ്യക്തിവൈരാഗ്യമല്ല കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസിന് മനസ്സിലായി. ഇതിനിടയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. അതോടെ അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് നീങ്ങി. സഭയിലെ വിഭാഗീയതയും വൈരാഗ്യവും മറനീക്കി പുറത്തു വന്നു. അങ്ങനെ കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകം പതിയെ വലിയൊരു ഗൂഢാലോചന കേസായി മാറി. അന്വേഷണത്തിനിടയിൽ വാടക കൊലയാളികളാണ് കൊലപാതകം നടത്തിയതെന്ന് കണ്ടെത്തി. ഫുട്ബോൾ ടീമെന്ന വ്യാജേന അല്ലപ്രയിൽ തങ്ങിയാണ് കൊട്ടേഷൻ സംഘം കൊലപാതകം നടത്തിയത്. ഒടുവിൽ പ്രതികളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തില്ല എന്നാരോപിച്ച് വർഗീസിൻ്റെ ഭാര്യ സാറാമ്മ കോടതിയെ സമീപിച്ചു. ഈ ഹർജി പരിഗണിച്ച് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2015 ഫെബ്രുവരി 25-ന് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. 2007-ൽ കേസിൻ്റെ അന്വേഷണം CBI ഏറ്റെടുത്തു. CBI അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കേസിൽ വലിയൊരു വഴിത്തിരിവുണ്ടായത്. രണ്ടാം പ്രതിയായ സിമന്റ് ജോയി എന്ന ജോയ് വർഗീസിനെ CBI അറസ്റ്റ് ചെയ്തു. സിമന്റ് ജോയിയാണ് വർഗീസിനെ കൊലപ്പെടുത്താൻ വാടക ഗുണ്ടകളെ ഏർപ്പാടാക്കിയിരുന്നു എന്ന വിവരം വെളിപ്പെടുത്തിയത്. ഓർത്തഡോക്സ് വിഭാഗവും യാക്കോബായ വിഭാഗവും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. പെരുമ്പാവൂർ ബഥേൽ സുലോക്കോ പള്ളിയിലെ ശിലാസ്ഥാപന വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് 2002 ഒക്ടോബർ 2-ന് കാരോത്തുപടി ജംഗ്ഷനിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ ഒരു സംഘർഷമുണ്ടായി. ഈ സംഘർഷം നടക്കുന്നതിനിടയിൽ വർഗീസും മറ്റു 4 പേരും ഒരു കാറിൽ കയറി അമിത വേഗതയിൽ ഓടിച്ചുപോയി. ഈ കാറിടിച്ച് സ്ഥലത്തുണ്ടായിരുന്ന യാക്കോബായ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകനായ ബിനുവിന് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ബിനു പിന്നീട് മരണപ്പെടുകയും ചെയ്തു. മനഃപൂർവ്വം വർഗീസും കൂട്ടുകാരും ബിനുവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു ഫാദർ വർഗീസ് തെക്കേക്കര ഉൾപ്പെടെയുള്ളവരുടെ ധാരണ. അവരുടെ ഉള്ളിൽ മലങ്കര വർഗീസിനോടുള്ള പക ആളിക്കത്തി. ഫാദർ വർഗീസ് തെക്കേക്കരയുടെ നേതൃത്വത്തിൽ ബിനുവിൻ്റെ കുടുംബത്തിനായി ഒരു ഫണ്ട് വിരിവ് നടത്തി. അങ്ങനെ കിട്ടിയ ഫണ്ടിൽ നിന്ന് ഒരു ഭാഗം ബിനുവിൻ്റെ കുടുംബത്തിന് കൊടുത്തതായും ബാക്കി പണം കൊണ്ട് മലങ്കര വർഗീസിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ സംഘത്തിന് ഏർപ്പാടാക്കിയതായും CBI കണ്ടെത്തി. അന്വേഷണം പൂർത്തിയാക്കിയ CBIയുടെ കൊച്ചി യൂണിറ്റ് 2012-ൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ 167 സാക്ഷികളും 115 രേഖകളും 19 തൊണ്ടിമുതലുകളും ഉണ്ടായിരുന്നു. പെരുമ്പാവൂർ ബഥേൽ സുലോക്ക യാക്കോബായ കത്തീഡ്രൽ വികാരിയായിരുന്ന ഫാദർ വർഗീസ് തെക്കേക്കരയായിരുന്നു കേസിലെ ഒന്നാം പ്രതി. കൊലപാതകം, ഗൂഢാലോചന, ആയുധ നിരോധന നിയമം അടക്കമുള്ള 9 വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത്. കേസിൽ പ്രതിയാക്കപ്പെട്ടതോടെ ഒളിവിൽ പോയ ഫാദർ വർഗീസ് തെക്കേക്കര 2010 ജൂൺ 16-ന് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ കീഴടങ്ങി. ബഥേൽ സുലോക്കോ യാക്കോബായ പള്ളിയുടെ ശിലാസ്ഥാപന വാർഷികാചരണവുമായി ബന്ധപ്പെട്ട് യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്കിടയിൽ നിലനിന്ന സംഘർഷവും കുടിപ്പകയുമാണ് ഓർത്തഡോക്സ് വിഭാഗക്കാരനായ മലങ്കര വർഗീസിനെ ആസൂത്രിതമായി കൊലപ്പെടുത്താൻ പ്രതികളെ പ്രേരിപ്പിച്ചതെന്നായിരുന്നു CBIയുടെ കണ്ടെത്തൽ. കേസിൽ ഫാദർ വർഗീസ് തെക്കേക്കര, ആലുവ സബ് ജയിൽ റോഡ് മൂഴയിൽ സിമന്റ് ജോയി എന്ന ജോയ് വർഗീസ്, പെരുമ്പാവൂർ കുഞ്ഞിട്ടിക്കുടി ഏലിയാസ് K മാത്യു, പെങ്ങോല അല്ലപ്ര തടത്തിൽ എൽദോസ് എന്ന എബ്രഹാം പൗലോസ്, അല്ലപ്ര അറക്കടവിൽ AY തമ്പി, മഠത്തുപടി MM അബ്ദുൽ വഹാബ്, പാറപ്പുറം സജിൻ, വാഴപ്പിള്ളി VN പ്രതീഷ്, നക്ലിക്കാട് NG പ്രസാദ് എന്നിവരെ കൂടാതെ വാടക കൊലയാളികളായ KJ ജെയ്സൺ, അളിയൻ രാജേഷ് എന്ന VN ജയരാജ്, PJ ശ്രീവത്സൻ, ഇളങ്ക റോയ് എന്ന PD റോയ്, അനിൽ ഡേവിഡ്, KR ആനന്ദ്, PP ആൻഡോ, AR ശിവൻ, CV ജോസ്മോൻ എന്നിവരായിരുന്നു പ്രതികൾ. ഇതിൽ 3 പേർ വിചാരണയ്ക്കിടയിൽ മരണപ്പെട്ടു. പ്രതികൾക്ക് വേണ്ടി ഹാജരായത് അഭിഭാഷകരായ B രാമൻപിള്ള, തോമസ് എബ്രഹാം നിലയ്ക്കാപ്പള്ളി, M സുനിൽകുമാർ, BT രഘുനാഥ്, ഐസക് തോമസ് എന്നിവരായിരുന്നു.
അഡ്വക്കേറ്റ് ബിജു ബാബുവായിരുന്നു CBI പ്രോസിക്യൂട്ടർ. എന്നാൽ 2023 ഏപ്രിലിൽ തെളിവുകളില്ലെന്ന് കണ്ടെത്തിയ എറണാകുളം CBI കോടതി 19 പ്രതികളെയും വെറുതെ വിട്ടു. അപ്പോഴേക്കും വർഗീസ് കൊല്ലപ്പെട്ടിട്ട് 20 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു.